അച്ഛനപ്പോ വരും. സിലോണിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വരും. ശരി. നീ എന്ന് തല്ലിയ പപ്പുമില്ലേ? ഞാൻ അത്ര ശക്തിയിൽ തല്ലില്ല, അവൻ എന്റെ ഇവിടെ ഇട്ടിച്ചപ്പോ ഞാൻ അതല്ലടാ. അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. പപ്പുചേട്ടൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പപ്പുചേട്ടന് തരാൻ വേണ്ടി 1000 രൂപ ഞാൻ അലമാറയിൽ നിന്ന് എടുത്തതാണ്. അത് അങ്ങോട്ട് തന്നെ വെച്ചു. ഞാൻ പപ്പുചേട്ടന് രൂപ തരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു, നീ എന്തിനു രൂപ കൊടുക്കണം, നിനക്ക് എന്തുകൊണ്ട് പെണ്ണാളെ കല്യാണം കഴിച്ചുകൂടാ എന്ന്. അയ്യോ കൊച്ചുകാളി, എന്തുമായി പറയുന്നു? ഞങ്ങൾ ചോദിക്കരുതേ. നിങ്ങൾ എന്നെ മുതലാളി എന്നൊന്നും വിളിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക. പെണ്ണാളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ്. എന്റെ മുതലാളി അങ്ങനെ പറയരുത്. എന്റെ മോള് പെണ്ണാളും എന്റെ കൂട്ടുകാരന്റെ മോൻ പുഷ്കരനും തമ്മില് കൊച്ചുനാളിലെ വലിയ സ്നേഹത്തിലാ. പപ്പുച്ചേട്ടൻ നല്ലപോലെ ആലോചിക്കൂ. എന്റെ മനസ്സോടുകൂടി അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അയ്യോ കൊച്ചുമാളി, അങ്ങനെ പറയരുത്. നല്ലപോലെ ആലോചിക്കും. ഞാനങ്ങോട്ട് എന്തോ സംഭവം എന്റെ തലയിട്ടു. കൊച്ചു മുതലാളി എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? അയ്യോ, പെണ്ണാളിന്റെ ജാതകം കുറിച്ച കണിയാർ അന്നേ പറഞ്ഞതാ, അവക്ക് രാജയോഗമാണെന്ന്. കോന്തിയോടിച്ച് എന്തോ പറയും. 1000 രൂപ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞു ഒപ്പിച്ചും പോയി. കൊച്ചു മുതലാളി കാശ് വിട്ടു തരത്തില്ല. സർപ്പക്കാരി കയറി കാക്കിട്ടവനായി തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യോ. എനിക്കൊരു സംഭവം, നീ വെള്ളം ചുട്ടത്, നീ ഒന്ന് വീശ, എന്നെ ഒന്ന് വീശ. അയ്യോ എന്തൊരു സംഭവം. ഒന്നുമില്ല മോളെ, അച്ഛനെ ഒരു വ്യാധി ഉരുട്ടല്ലേ. ഞാൻ പുഷ്കരൻ ചേട്ടനോട് പറഞ്ഞ് വൈദ്യുതി വിളിപ്പിക്കട്ടെ. കാര്യമൊക്കെ ശരി, കല്യാണമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ചെയ്യാം. പറഞ്ഞതും തൊട്ടാനും പിടിച്ചാലൊക്കെ പുഷ്കരൻ ചേട്ടൻ പുഷ്കരൻ ഒരു പുഷ്കരൻ ചേട്ടൻ ഞാൻ നോക്കിക്കോളാം. നീ എന്നെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കുക. അയച്ചു പോയിക്കുന്നു. നമ്മളിൽ എന്തോ എടുക്കുമെന്നാ പറയുന്നത്. കുറച്ചു പോയാൽ കാശ് കൊണ്ട് തരത്തില്ല. കോതിയോട് പറഞ്ഞു പോയി പുഷ്കരൻ. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിന്റെ മോനും ആ പെണ്ണാളും കൂടെ ചെയ്യുന്ന വിജയമുണ്ടോ? അല്ലേ, വലിയ ടെലിവിഷന് സിനിമ പഠിപ്പിക്കുന്ന എന്റെ മോനെ കൊണ്ട് ഇപ്പൊ കമ്പാവലിയൊന്നും മരിപ്പിക്കണ്ടല്ലോ. അവനെ കൂടി വിളിച്ചേ. എടീ, മീൻ പിടിക്കാത്തവർക്കും മീൻ പിടിക്കുന്നത് കണ്ടാ കുളിരേറും. മീനിന്റെ ഗുണം അതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് മീനാക്ഷി എന്ന് പേരിടുന്നത്. അത് നിനക്കറിയാവല്ലോ. എടാ പപ്പുവേ, നിന്റെ മോളും മരുമോനും കൂടെ ചെയ്യുന്ന വിദ്യ നോക്കിയാൻ. എടാ ശങ്കര, ഇവിടെ ചില തേങ്ങാ വിരിച്ചിലൊക്കെ കാണുന്നുണ്ടല്ലോടാ. അതെ, അതോ തേങ്ങ കൊഴിഞ്ഞു വീഴുന്നതാണോ? ഒഴിച്ചിലാണേ. ആ, നീ ഏതാടാ കൊച്ചനെ? ഞാൻ കോന്തിയുടെ മകൻ പുഷ്കരൻ. ഓ, കോന്നിയുടെ മകൻ പുഷ്കരൻ. ഇവളേതാടാ? ഇത് പപ്പുച്ചേട്ടന്റെ മകൾ പെണ്ണാള്. ആ, നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അയ്യോ, ഇവിടെ പറയാതെ കല്യാണം നടത്താനോ? ഞങ്ങൾക്ക് ഒരു 100 മണൽ ഓല വേണം. പന്തലിടാനായിരിക്കും അല്ലേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചാർത്ത് ഇറക്കി കെട്ടാനാ. ഓ, ചാർത്ത്. ചാർത്ത്. ശങ്കര, ഓലക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. പക്ഷെ നീ ഒന്നും തരണ്ട, വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പൊയ്ക്കോ. വലിയ ഉപകാരം. ചാർത്തിന്റെ കാര്യം പറയാൻ നാണമില്ലേ? ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? ലോകത്ത് നടപ്പില്ലാത്തതാണോ? നീ വാ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ തല പുകയുന്നത് എന്തിനാ? ഞാനേ ഒരു ബുദ്ധി പറഞ്ഞു തരാം. എന്റെ ബുദ്ധി നിന്റെ കൈയിരിക്കട്ടെ. നിനക്ക് ബുദ്ധി പറഞ്ഞു തരാനല്ല അറിയാമോ, ഞാൻ ബുദ്ധി ചെയ്യാൻ പോവാ. കൊച്ചുമാരെ ചെന്നുകൊണ്ട് ഞാൻ പറയും, പിന്നെ ഞങ്ങളെ പെണ്ണിന്റെ കല്യാണം ഞങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കാം. പക്ഷെ ഈ പുഷ്കരന് അന്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത അവനെ ഇവിടുന്ന് അങ്ങ് അകറ്റണം. അത് കഴിഞ്ഞാ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും പറയും. മുടിഞ്ഞു പോകാൻ ഇത് തന്നെയാ ഞാനും കണ്ട ബുദ്ധി. അപ്പോ
നമ്മുടെ രണ്ടുപേരുടെയും തന്ത ഒന്നായിരിക്കുമോ വാളു? ഒരു 100 മണി തൊണ്ട് വാങ്ങിച്ച് ആ പെണ്ണാണ് തല്ലാൻ പറ. അല്ലാതെ കാലിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന പോലെ തുള്ളി കളിക്കണം പപ്പു. നിനക്കെന്തോ അസുഖം എന്ന് പറയുന്നത് കേട്ടല്ലോ. അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ വെക്കുമോ? കല്യാണം ഇനി വന്ന് അടുത്തില്ലയോ? ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഇത് ഞാൻ ഊണമില്ല ഉറക്കവുമില്ല, ഇങ്ങനെ അങ്ങ് നടക്കുക. എന്റെ പാറു, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർക്കുമ്പം ഞങ്ങളുടെ ചങ്കാ തകരുന്നത് ഇല്ലയോ? വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരം വന്ന അന്ന് മുതൽ ഗർഭിച്ചിരിക്കുക. അതെ, അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്നത്. 1000 രൂപ സ്വീകരണം തരാമെന്നും പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ഈ പെണ്ണിനെ പോറ്റാൻ ചെറുക്കൻ എന്താ ഒരു വഴി? ഇതെന്തോ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ചീനവലയില്ലയോ, അത് വിറ്റിട്ടെങ്കിലും അവനൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാമല്ലേ? എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാ മതി. വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തകൂപത്തിലാക്കുന്നത്? എന്നെ തല്ലി ഇവരൊന്നും ജീവിച്ചിട്ടില്ലല്ലോ കുഞ്ഞെ. അപ്പോ പുഷ്കരൻ ഇപ്പൊ മരിച്ചു കാണുമല്ലേ? കഴിഞ്ഞില്ലേ? അപ്പോഴല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അയാൾ എന്തിനാ നിങ്ങളെ തല്ലിയത്? ആ പപ്പുവിന്റെ മകൾ പെണ്ണാളിനോട് ഞാൻ ഒരു കളിതമാശ പറഞ്ഞു. പപ്പുവിന്റെ മകളോട് തമാശ പറയുന്നവരെയൊക്കെ പുഷ്കരൻ അടിക്കുമോ? അത് തന്നെയാണ് പാത്തിനറിയണത്. ഞാൻ പോയി അവനെ കൊല്ലും കുഞ്ഞെ. നിന്നെ തല്ലിയവരോട് നീ പകരം വീട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പപ്പുവിന്റെ മകളോട് കളി തമാശ പറയരുത്. അല്ല, അങ്ങനെ കുഞ്ഞിന് വല്ല ആശയുണ്ടെങ്കിൽ പാത്ത് സഹായിക്കാമല്ലോ. ഒരു 10 രൂപ വേണമായിരുന്നു. എല്ലാം കുടിച്ചില്ല. നിന്റെ സഹായമൊന്നും വേണ്ട. ഇതാ 10-ന് 20 തരാം. അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ? ഇല്ല കുഞ്ഞെ. മിടുക്കൻ മിടുക്കൻ. ആ എടാ പാച്ചൻ, പാച്ചൻ പേടിപ്പിച്ചു അല്ലേ? ഞാൻ പാച്ചനെ പേടിപ്പിച്ചു. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ആണോ പെണ്ണോ? ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പ്. ആണാവൂല്ലോ. കേറും. അയ്യോ, എന്തൊരു ബഹളമായിരുന്നു. കല്യാണം ഇപ്പം നടത്തണോ, ഉടനെ നടത്തണോ, അമ്പലത്തിൽ കൊണ്ടുപോകണോ, 1000 ഉലുവ അങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തോ ആയി? അമ്മേ, കിഴക്കേപ്പറമ്പിലെ മൂപ്പിന്ന് ഒരു 100 മടൽ പോലെ ചുമ്മാ തരാമെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ നടക്കാൻ പോകുകയല്ലേ, ഇവിടുന്ന് ഒരു ചാർട്ട് ഇങ്ങോട്ട് ഇറക്കി കെട്ടിയാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമായിരിക്കും. നീ ചാർത്തും കെട്ടി പൊറുക്കാനുള്ള തീരുമാനത്തിലാ. പപ്പുവിന്റെ പാറുവിന്റെ അഭിപ്രായം നിനക്കറിയാമോ? എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടി വെച്ചാൽ മതി. അല്ല, അതും ആലോചിക്കേണ്ട കാര്യമാണ്. എന്താന്ന് ആലോചിക്കേണ്ട കാര്യം? എടി പെണ്ണാളെ, നീ വീട്ടിലോട്ട് പോ. വീട്ടിലോട്ട് പോ. എടാ പുഷ്കര, ഞാൻ 3-4 ദിവസമായിട്ട് രായും പകലും തലയിൽ പുഴുത്ത പട്ടിയെ പോലെ ഈ ഓടി നടക്കുന്ന എന്തിനാണെന്നാ തന്റെ വിചാരം? ഇത്രയും നാള് ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ഇപ്പോഴാ മനസ്സിലായത് കല്യാണം മാറ്റിവെക്കാനുള്ള ഓട്ടമാണ്. പുഷ്കരനുണ്ടല്ലോ, എന്റെ മരുമോന്, അവനൊരു ജോലി ഉണ്ടാക്കാനാണ് ഞാൻ നടന്നത്. കണ്ടോ പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടോ? അവൻ ഈ ഊരൊക്കെ ചുറ്റി നടന്നല്ലോ. അതും തൂക്കിയിട്ടുണ്ട്. കുന്തം ഇതുപോലെ 16 എണ്ണം ഉണ്ട്. പല ദിനസില് ക്യാമറ രാണാമോനാട് മകന്റെ കയ്യില്. നീ അതോടെ കളസമൊക്കെ എടുത്തിട്ടുണ്ടോ? എന്നാ പിന്നെ നേരത്തെ പറയാൻ അറിയാൻ സമ്മതിക്കണ്ടായോ? തോക്കിനകത്ത് കയറിയില്ലേ ഇവിടെ ഇരിക്കുന്നത്?